നമസ്തേ. നമ്മുടെ രാജ്യത്തുടനീളം ഇപ്പോൾ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് പരസ്പരം നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യവുമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത അത് തകർന്നു പോയോ എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ജന്തർ മന്ദറിലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലുമൊക്കെ നടന്നിട്ടുണ്ടായ പ്രതിഷേധങ്ങൾ, ഈ പ്രതിഷേധങ്ങൾ എല്ലാം ആളിക്കത്തുകയാണ് എന്ന് തന്നെയായിരുന്നു എല്ലാ മാധ്യമങ്ങളുടെയും തലക്കെട്ടുകൾ. ഒരുപക്ഷെ ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്നവർ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ള ആശങ്ക പോലും ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു വാർത്താ തലക്കെട്ടുകൾ ബ്രേക്കിംഗ് ആയിട്ടും അല്ലാതെയും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറയാൻ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത തകർന്നോ എന്നുള്ള ചോദ്യം. ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇത് വെറും ഒരു പരീക്ഷയുടെ മാത്രം പ്രശ്നമല്ല, ഏതെങ്കിലും ഒരു പരീക്ഷയുടെ പ്രശ്നമല്ല. ഒരു പരീക്ഷയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും നീറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ അത് ഒരു തലമുറയുടെ ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകളാണ്, സ്വപ്നങ്ങളാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നത് ഒറ്റ കാര്യമായിരിക്കും. പിന്നീട് എന്തിന് ഞാൻ ഈ പരീക്ഷ എഴുതണം, അതിനുവേണ്ടി ഞാൻ എന്തിന് സ്ട്രഗിൾ എടുക്കണം, അതിനുവേണ്ടി ഞാൻ എന്തിന് പെയിൻ എടുക്കണം എന്നുള്ളതായിരിക്കും. നമുക്ക് സമരം ചെയ്യുന്നവരെ അടിച്ചമർത്താം, ഒതുക്കി തീർക്കാം, അവരെ അവഗണിക്കാം, ഏതെല്ലാം രീതിയിൽ വേണമെങ്കിലും അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെയും നടത്താം. പക്ഷേ മറ്റൊരു കാര്യമില്ലേ, ഓരോ അച്ഛനമ്മമാരുടെയും മനസ്സിലുള്ള ആശങ്ക, ഭയം, ഇതിനെയൊക്കെ എങ്ങനെ അടിച്ചമർത്താനായിട്ട് കഴിയും? അവർ ഓരോരുത്തരും ചോദിക്കുന്നത്, എന്റെ മകൻ അല്ലെങ്കിൽ മകൾ അടുത്ത വർഷം ഈ ഒരു എക്സാം എഴുതാനിരിക്കുകയാണ്, അവൾ എഴുതുന്നത് കൊണ്ട്, അവൻ എഴുതുന്നത് കൊണ്ട് അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമോ എന്നുള്ള ചോദ്യം ഓരോ അച്ഛനും അമ്മമ്മയും ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അടിച്ചമർത്താനായിട്ട് കഴിയും? അതുപോലെ തന്നെയാണ് ഇതിനെ മറ്റൊരു വശത്തെ കൂടി നമ്മൾ കാണണം എന്ന് പറയുന്നത്. ഇത് ഒരു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷം ചേർന്നുകൊണ്ടൊന്നുമല്ല, രണ്ട് പക്ഷത്തെയും കാര്യങ്ങൾ നോക്കി കണ്ടിട്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കാണണം. അതായത് മെയ് 3-നാണ് നീറ്റ് എക്സാം നടക്കുന്നത്. നാലാമത്തെ ദിവസം തന്നെ പരീക്ഷ നടത്തിയ ഏജൻസി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ഈ പരീക്ഷയിൽ ഒരു സത്യം സമ്മതിക്കുന്നുണ്ട്, ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്, ഇത് കണ്ടുപിടിച്ചത് മറ്റാരുമല്ല, പ്രതിപക്ഷമല്ല. ഈ എക്സാം നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇത് ഒരു സംശയമായിട്ട് ഇത്തരത്തിലുള്ള എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തിലെ ഒരു അധ്യാപകൻ NTA-യുടെ മുൻപിലേക്ക് കൊണ്ടുവന്നതാണെങ്കിൽ പോലും അത് വസ്തുതാപരമായിട്ട് വിലയിരുത്തി കൃത്യമായിട്ട് കണ്ടുപിടിച്ചത് NTA തന്നെയാണ്. അതിനുശേഷം പരീക്ഷ റദ്ദാക്കി. അതിനുശേഷം അന്വേഷണം പ്രഖ്യാപിച്ചു. മെയ് 15-ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ, മാധ്യമങ്ങൾക്ക് മുൻപിൽ വരികയും ചെയ്തു. എന്നിട്ട് വിദ്യാർത്ഥികളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. പിന്നീട് പുനഃപരീക്ഷ നടത്തുമെന്ന് അറിയിക്കുന്നു. ജൂൺ 21-ന് പരീക്ഷ വരുന്നു. ജൂലൈ 16-ന് റിസൾട്ടും വരുന്നു. ഇതിനിടയിൽ എന്തെല്ലാം നടന്നു എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അതായത് ഇതിനിടെ 13 പേർ അറസ്റ്റിലായി. CBIയുടെ അന്വേഷണം വരുന്നു. എല്ലാം നടപടികളും ഉണ്ടായിട്ടുണ്ട്. ഒരു നടപടി പോലും വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചോദ്യം പിന്നെയും ബാക്കി നിൽക്കുകയാണ്. ഇതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നുണ്ടോ എന്നുള്ളത്. ആ പ്രശ്നം തീരുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തെ നമുക്ക് നിസ്സാരമായിട്ട് കാണാനും കഴിയില്ല. ഇനി സർക്കാരിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സർക്കാർ പറയുന്നത് എന്താണ്? എല്ലാം ശരിയാക്കി, എൻക്രിപ്റ്റഡ് സിസ്റ്റം കൊണ്ടുവന്നു, കടുത്ത സുരക്ഷ ഉറപ്പാക്കി, എയർഫോഴ്സിനെ പോലും കൊണ്ടുവന്നിട്ടാണ് പേപ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയത് എന്നും പറയുന്നുണ്ട്. അതെല്ലാം അപ്പോ അതിനെല്ലാം വലിയ ഒരു ചെലവ് വരികയും ചെയ്യുന്നുണ്ട്. 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. അതിൽ ഇത്തരത്തിലുള്ള ചെലവ് വരുന്നത് പോലും നമുക്ക് കണക്ക് കൂട്ടാനായിട്ടൊന്നും സാധിക്കില്ല. അവരുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഒരു
സർക്കാരിന്റെ ദൗത്യം. അതായത് എൻക്രിപ്റ്റഡ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു, കടുത്ത സുരക്ഷ ഉറപ്പാക്കി എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും ജനം ചോദിക്കുന്നത്, ആദ്യമായിട്ടാണ് ഇങ്ങനെ തെറ്റ് സംഭവിച്ചത്? ഇതെങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഒരു തെറ്റ്? ഇങ്ങനെ ഒരു പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ഒരു പിഴവേ സംഭവിക്കാൻ പാടില്ലല്ലോ. അതായിരുന്നു ചോദിക്കുന്നത്. കാരണം ഇതൊരു ക്ലാസ് ടൈപ്പ് ടെസ്റ്റ്, ക്ലാസ് ടെസ്റ്റ് അല്ല. ഇതൊരു ജീവിതത്തിന്റെ തീരുമാനമാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം, എന്റെ ഇത്രയും വർഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചു എന്നുള്ളത് കഴിഞ്ഞ് അവരുടെ ഭാവി നിർണയിക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു എക്സാം ആയിട്ടാണ് നീറ്റിനെ എല്ലാ വിദ്യാർത്ഥികളും കാണുന്നത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ പാരന്റ്സും കാണുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് വെറും ഒരു മാർക്ക് കൊണ്ട് പോലും ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയായിട്ട് നീറ്റ് മാറിയിട്ടുണ്ട്. അപ്പോഴും ചോദ്യം ഉയരുന്നുണ്ട്, ഇതിൽ പോലും വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് എന്നുള്ളത്. ഇനി ഒരു നിമിഷത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു വിദ്യാർത്ഥി വർഷങ്ങളായിട്ട് പഠിക്കുന്നു, അവന്റെ കുടുംബങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു പഠനത്തിന് വിടുന്നത് പോലും. സ്വപ്നങ്ങളെല്ലാം എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അവർ ഫോൺ യൂസ് ചെയ്യില്ല, അവർ സിനിമ കാണില്ല. സത്യം പറഞ്ഞാൽ നേരെ ചൊവ്വേ നമ്മൾ പറയില്ലേ, ജലപാനമില്ല എന്ന് പറയുന്നത് പോലെ അതുമില്ല, ഉറക്കമില്ല. അങ്ങനെ വർഷങ്ങൾ എടുത്ത് പഠിക്കുന്ന കുട്ടികളാണ്. ചില കുട്ടികളൊക്കെ നമുക്കറിയാം 2ഉം 3ഉം തവണയൊക്കെയാണ് എഴുതുന്നത്. അപ്പൊ അതിനു വേണ്ടി വരുന്ന ഭാരിച്ച ചെലവും ഈ മാതാപിതാക്കൾക്കുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മുമ്പിലാണ് ഈ ചോദ്യപേപ്പർ ചോരുന്ന സാഹചര്യം വരുന്നത്. അങ്ങനെ ചോർന്നു കിട്ടുന്ന ചോദ്യപേപ്പർ മാത്രം പഠിച്ച് പാസ്സായി റാങ്കിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ വരുമ്പോൾ മറ്റൊരു ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണ്. നമ്മളൊക്കെ രോഗികളായിട്ട് എത്തുന്നത് ഇത്തരത്തിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളുടെ, ഡോക്ടർമാരുടെയൊക്കെ ഇടയിലേക്കാണ്, മുന്നിലേക്കാണ്. അവരുടെ പരീക്ഷണ വസ്തുവായിട്ടാണ് നമ്മൾ മാറുന്നത്. അപ്പോ നമ്മൾക്ക് കൃത്യമായ ഒരു ഒരു രോഗനിർണയം നടത്താനായിട്ട് ഇത്തരത്തിൽ കോപ്പി അടിച്ച് പഠിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോപ്പി അടിച്ച് പഠിച്ച വന്നിട്ടുള്ള ഡോക്ടർമാർക്ക് കഴിയുമോ? അവർ അതിന് കേപ്പബിൾ ആണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെയൊക്കെ ജീവന്റെ സുരക്ഷയും അവിടെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ലേ? ഇനി ചിലർ ചോദിക്കും, ഈ പ്രതിഷേധം നീതിയാണോ? ആണെങ്കിൽ പിന്നെ ഇതിൽ ഒരു രാഷ്ട്രീയം എന്തിനാണ് എന്നുള്ളതൊക്കെ. അപ്പോ മറ്റൊരാൾ ചോദിക്കും, എന്തിനാണ് ഈ പ്രതിഷേധം തുടരുന്നത്? കാരണം ഒരു വശത്ത് സർക്കാർ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അറസ്റ്റുകൾ നടത്തി, പരീക്ഷകൾ വീണ്ടും നടത്തി. പക്ഷേ പ്രതിഷേധം നിർത്തിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതിഷേധം നിർത്താതിരിക്കുന്നത്? കാരണം ഇതൊരു മാർക്കിന്റെ മാത്രം വിഷയമല്ല, അതൊരു വിശ്വാസത്തിന്റെ വിഷയം കൂടി ആയതുകൊണ്ടാണ് ഈ പ്രതിഷേധം വീണ്ടും മുന്നോട്ട് പോകുന്നത്. ഇതിനു മുമ്പും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്, നമ്മൾക്ക് അത് വിസ്മരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 5 വർഷം ചോർന്നിട്ടുള്ളതും ഒക്കെ വലിയ കണക്കുകളാണ്. അത്തരത്തിൽ ഒരു തവണ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു പ്രതിഷേധ സമരം എല്ലാവരുടെയും മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് എടുത്തു നോക്കിയാൽ, ചില സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ആയുധമാക്കാനായിട്ട് ചില വ്യക്തികളും സംഘടനകളും ഒക്കെ ചേർന്ന് ശ്രമിച്ചില്ലേ എന്നൊന്ന് നിങ്ങൾ സൂക്ഷ്മമായിട്ടൊന്ന് ആലോചിച്ചു നോക്കണം. അതായത് ഇവരുടെ ആദ്യ ഡിമാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. എന്തായിരുന്നു ആദ്യം? പ്രധാനമന്ത്രി രാജിവെക്കണം, തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ വന്നു, പാർട്ടി മാറ്റം, നിയന്ത്രണം വരും, അതായത് കൂറുമാറി പോകാൻ പാടില്ല, അവർക്കെതിരെ നടപടി എടുക്കണം എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു. പിന്നീട് വിഷയം നീറ്റായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ആവശ്യങ്ങൾ മാറി മാറി വരുമ്പോഴാണ് മറ്റൊരു വിഭാഗം ചോദിക്കുന്നത്, സത്യത്തിൽ ഇവരുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് നീറ്റ് തന്നെയായിരുന്നു. ഇവർക്ക് വേണ്ടിയിരുന്നത് നീറ്റിൽ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് വരികയും ചെയ്യുക എന്നതായിരുന്നു എന്നുള്ളത്. അതായത് യഥാർത്ഥത്തിൽ ഇതൊരു പ്രതിഷേധ സമരമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ അവസരം മുതലാക്കലാണോ എന്നുള്ള കാര്യമാണ്. സത്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇത് രണ്ടും ഈ ഒരു വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ നോക്കൂ,
കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് തന്നെ മാറി. സോനം വാങ്ചുക് പോലുള്ള ആളുകളൊക്കെ രംഗത്തെത്തുന്നു, ആവശ്യങ്ങൾ മാറുന്നു. ഇപ്പോൾ പറയുന്നത് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്നു. ഈ പ്രതിഷേധക്കാർക്കെതിരെ എടുക്കരുത് എന്ന് പറയുന്നത് അത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാഹനങ്ങൾ ഇവർ നശിപ്പിച്ചിട്ടുണ്ട്, പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട്, സുരക്ഷാ സേനയെ ആക്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തെയും, ഇനി വേണ്ട ജില്ല തിരിച്ചു പോലും പ്രതിഷേധ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അത് നടത്തിയവർക്കെതിരെ കേസുകളും എടുത്തിട്ടുണ്ട്. അപ്പോ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയ ദുരുദ്ദേശമില്ലേ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ സർക്കാരിനും സത്യത്തിൽ ഒരു ചോദ്യം മുന്നോട്ട് വെച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റും. അതായത് അക്കൗണ്ടബിലിറ്റി എന്നത് എല്ലാവർക്കും വേണമോ അതോ ചിലർക്ക് മാത്രം മതിയോ എന്നുള്ളതാണ്. പ്രക്ഷോഭമൊക്കെ നടത്തുക എന്ന് പറയുന്നത് അവകാശമാണ്. അത് ഒരു മനുഷ്യൻ പറയുന്നത്, ഓരോ മനുഷ്യനും അത് പറയുന്നുണ്ട്. പ്രക്ഷോഭം, പ്രതിഷേധം, ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ അക്രമം അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് മാത്രമാണ്. അതിലുണ്ടാകുന്ന അക്രമത്തെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഓരോ മീഡിയയും എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുള്ള അവരുടെ ഭാഗം ന്യായീകരിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സത്യത്തിൽ ഇതിൽ BJPക്ക് ഒരു വലിയ വെല്ലുവിളി ഇല്ലേ എന്നുള്ള ചോദ്യവുമുണ്ട്. കാരണം അത് ഈ പറയുന്നത് പോലെ പ്രതിപക്ഷമോ ഒന്നുമല്ല, അതായത് പ്രതിഷേധക്കാരല്ല. യഥാർത്ഥ വെല്ലുവിളി എന്ന് പറയുന്നത് മധ്യവർഗ കുടുംബങ്ങളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവര് രാഷ്ട്രീയം മാത്രം നോക്കിയിട്ടല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിനോട്. അവര് ചോദിക്കുന്നത് നീറ്റ് പരീക്ഷ നീതിപൂർവമാണോ? കാരണം ഈ മധ്യവർഗക്കാരിൽ ഉൾപ്പെട്ട ഒരു വിഭാഗം മക്കളെല്ലാം തന്നെ ഈ നീറ്റ് എക്സാം എഴുതി ഈ പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ ഭാവി അതിലേക്കാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോ അവർ പോകുമ്പോൾ അവർ ഉള്ളതും ഭൂമി ഉൾപ്പെടെ പണയം വെച്ചൊക്കെയാണ് ഈ ഒരു കോച്ചിങ്ങിനും ഒക്കെ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ മധ്യവർഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ അവർക്കൊരു ആശങ്ക ഉണ്ടാകാം. അവർ ചോദിച്ച ഈ നീതിപൂർവമാണോ ഈ എക്സാം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ, വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയാതെ ഈ ഒരു പ്രതിഷേധം അടങ്ങുമെന്നും തോന്നുന്നില്ല. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതിഷേധത്തെ കുറിച്ചാണ്. പ്രതിഷേധത്തെ അല്ലെങ്കിൽ സമരത്തെയൊക്കെ അടിച്ചൊതുക്കിയത് കൊണ്ട് മാത്രം ഒരിക്കലും ആ വിഷയം ഇല്ലാതെ ആകുന്നില്ല. അത് ഭരണകൂടത്തിന് മുന്നിൽ നിന്ന് ഒരിക്കലും അത് ഇല്ലാതെ ആകുന്നില്ല. കാരണം എന്നാൽ അത് ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം അതിനെ ഒതുക്കി തീർക്കാനും കഴിയില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലായി പോയ ഒരു വിഷയമാണ്. നീറ്റ് വിവാദം ഇപ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇന്ത്യയിലെ വിദ്യാഭ്യാസ പരീക്ഷ മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ വിശ്വാസ പരീക്ഷ കൂടിയായിട്ട് നീറ്റ് പരീക്ഷ മാറുകയും ചെയ്യുന്നുണ്ട്. ആ വിശ്വാസം തിരികെ നേടിയെടുക്കണമെങ്കിൽ കഠിനമായിട്ടുള്ള നടപടികൾ തന്നെ വേണ്ടിവരും. പരസ്യവും വിശ്വാസയോഗ്യവുമായിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഒരിക്കലും ഇനി അത് ചെയ്യാൻ തോന്നാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, നടപടികൾ വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇന്ന് നീറ്റ്, ഇനി നാളെ മറ്റൊരു പരീക്ഷ, CBSE-യുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും വരുന്നുണ്ട്. ആ ചോദ്യ പേപ്പറൊക്കെ സ്കാൻ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. അപ്പൊ ഇന്ന് നീറ്റ്, ഇന്ന് CBSE എക്സാം, ഇനി മറ്റന്നാൾ മറ്റൊരു എക്സാം, അങ്ങനെ മാറിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു തലമുറ മുഴുവനും ഇത്തരത്തിലുള്ള സംശയങ്ങൾ വെച്ചുകൊണ്ട് ജീവിച്ച് തീർക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഇതിൽ നമ്മൾ വിസ്മരിക്കരുത്. അപ്പോൾ ഏതാണ്ട് 22 ലക്ഷം വിദ്യാർത്ഥികളാണ് ചോദിക്കുന്നത്, ലക്ഷക്കണക്കിന് മാതാപിതാക്കളാണ് ചോദിക്കുന്നത്, ഞങ്ങളുടെ ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാണോ? ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ ഇത് 2026 വരെ ആയാലും, അതായത് 2029 വരെ, അടുത്ത ഇലക്ഷൻ അപ്പോഴാണല്ലോ, 2029 വരെ ഈ ഒരു വിഷയം നീണ്ടുപോകും എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.